Hello friends, welcome back to my YouTube channel MTK Perfume Reviews. I am Munir. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസൈനർ പെർഫ്യൂം ആണ്. യെസ്, ജോൺ പോൾ ഗോട്ടിയെ ലേ മെയിൽ ലേ പെർഫ്യൂം. അതാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജീൻ പോൾ ഗോട്ടിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. വേൾഡിൽ തന്നെ ടോപ്പ് ലെവലിൽ വരുന്ന ഫ്രഞ്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ ബ്രാൻഡാണിത്. ഇവരുടെ പെർഫ്യൂമുകളും എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. എസ്പെഷ്യലി ഇവരുടെ പെർഫ്യൂം ബോട്ടിൽ ഷേപ്പ്, മസ്കുലൈൻ മെയിൽ ടോർസോ, അതേപോലെ സ്കൾപ്റ്റഡ് വുമൺ ഷേപ്പിലുള്ള പെർഫ്യൂം ബോട്ടിലൊക്കെ എല്ലാവർക്കും വളരെ ഫെമിലിയർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലേ മെയിൽ ലേ പെർഫ്യൂം എന്ന പെർഫ്യൂം ലോഞ്ച് ചെയ്തത് 2020-ലാണ്. ഇത് ആക്ച്വലി 1995 ലോഞ്ച് ചെയ്ത ലേ മെയിൽ എന്ന പെർഫ്യൂമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. ലേ മെയിൽ പെർഫ്യൂം ലോഞ്ച് ചെയ്ത സമയത്ത് വളരെ തരംഗം സൃഷ്ടിച്ച ഒരു പെർഫ്യൂം തന്നെയായിരുന്നു. കാരണം അതിൻ്റെ ഒരു യുണീക്ക് ഒഡോർ പ്രൊഫൈൽ, വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സെൻ പ്രൊഫൈൽ തന്നെയായിരുന്നു അതിൻ്റെത്. ആ ഒരു സെയിം പോപ്പുലാരിറ്റി ഇന്നും അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ 2020 റിലീസ് JPG ലേ മെയിൽ ലേ പെർഫ്യൂമിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇതൊരു മെറ്റാലിക് ക്യാൻ തന്നെയാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടിഭാഗത്താണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ അറിയാതെ ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലാണെന്ന് കരുതി വലിക്കുമ്പോൾ ബോട്ടിൽ നിലത്ത് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കാണുക. ബോട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മാനക്കിൻ ഷേപ്പിലുള്ള ബോട്ടിലാണ്. ഇതിൻ്റെ ആറ്റോമൈസർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ലോക്ക്, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഈ ലോക്ക് റിമൂവ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഇതിൻ്റെ സ്പ്രെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നല്ല ഒരു സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് സ്പ്രേ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്മെല്ലിനെ പറ്റി പറയുമ്പോൾ, യെസ്, വാം സ്പൈസി സ്വീറ്റ് സ്മെല്ലാണ് ഓപ്പണിംഗ് സ്മെല്ലായിട്ട് നമുക്ക് കിട്ടുക. കാർഡമം സ്പൈസിനെസ് പ്രോമിനൻ്റ് ആയിട്ട് തന്നെ കിട്ടും. അതേപോലെ ചെറിയൊരു ഫ്രഷ്നെസ് വരുന്നുണ്ട്. ഒരിക്കലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലല്ല. ഫസ്റ്റ് ടു ലാസ്റ്റ് വരുന്ന ഒരു പൗഡറി ടോൺ വളരെ അട്രാക്റ്റീവ് ആണ്. ഐറിസ് പൗഡറിനെസ്, വാനിലിക് സ്വീറ്റ്നെസ് പ്ലസ് ലാവൻഡർ, അതിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസിങ് തന്നെയാണ് ഈ പെർഫ്യൂമിൻ്റെ ഒരു മിഡിൽ ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രൈ ഡോണിലേക്ക് വരുമ്പോൾ സ്വീറ്റ്, വുഡി, സ്പൈസി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്മെല്ലല്ല ഇതിൻ്റെത്. എന്നാൽ ഒരു ഫീമെയിൽ ടൈപ്പിലേക്ക് പോകുന്ന ഒരു സ്മെല്ലും അല്ല. ഒരു പെർഫെക്റ്റ് മസ്കുലൈൻ സ്മെല്ല് തന്നെയാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെത്. പെർഫ്യൂം നോട്ട്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ടോപ്പ് നോട്ടിൽ കാർഡമം, മിഡിൽ നോട്ടിൽ ലാവൻഡർ ഐറിസ്, ബേസ് നോട്ടിൽ ഓറിയന്റൽ നോട്ട്സ്, വനീല, വുഡി നോട്ട്സ്, ഇങ്ങനെയാണ് നോട്ട്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി ഒരു ഓറിയന്റൽ സ്റ്റൈലിലേക്ക് വരുന്ന ഒരു സ്മെൽ ടൈപ്പാണ് ഇതിൻ്റെത്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു സ്വീറ്റ് സ്പൈസി പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന സ്മെൽ ആയതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് കാഷ്വൽ ഈവനിങ് പാർട്ടീസ് അങ്ങനെയുള്ള ഒക്കേഷനുകളിലേക്ക് തന്നെയാണ്. അറൗണ്ട് 8,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇത് 125 ml ബോട്ടിലാണ്. സൈറ്റ് ടു സൈറ്റ് പ്രൈസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഏത് ഡിസൈനർ പെർഫ്യൂം ആയാലും മറ്റ് സെമി ബ്രാൻഡ് പെർഫ്യൂമുകളായാലും നമ്മുടെ ക്ലൈമറ്റിൽ പെർഫോമൻസ് കുറച്ച് വീക്കായിട്ടാണ് കിട്ടാറുള്ളത്. ഞാൻ ഈ ഒരു പെർഫ്യൂം അങ്ങനെ തന്നെ ആയിരിക്കും എന്നായിരുന്നു കരുതിയത്. കഴിഞ്ഞ സമ്മറിലാണ് ഈ ഒരു പെർഫ്യൂം ആദ്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ സാമാന്യം നല്ല പെർഫോമൻസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 2 hours നല്ല പ്രൊജക്ഷൻ കിട്ടി. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു അബവ് 6 hours ഒക്കെ ഇത് പെർഫ്യൂം ഇതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നല്ല ലോഞ്ചിവിറ്റി ആണ്, നല്ല പ്രൊജക്ഷൻ ആണ്, പെർഫോമൻസ് വൈസ് വെരി ഗുഡ് ആണ്. തീർച്ചയായും JPG ലേ മെയിൽ ലേ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഒരു മാസ് അപ്പീലിംഗ്, അറ്റൻഷൻ ഗ്രാബിംഗ് ഫ്രാഗ്രൻസ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വ്യത്യസ്ത സുഗന്ധവുമായി അടുത്തൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.